ഹായ് വെൽക്കം ടു സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ഫ്രോക്ക് കാണിക്കുന്നുണ്ട്. ഒരു പിസ് കട്ട് എന്ന് പറയും. വലിയ ഫ്ലെയർ ഒന്നും ഇല്ലാതെ വലിയ ലെങ്ത്തും ഇല്ലാതെ ചെറിയ കുട്ടികൾക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതിൻ്റെ കട്ടിങ് കാണിച്ചത്. അതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 മീറ്റർ തുണി കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീതിയുള്ള തുണിയാണ്. പിന്നെ അതേമാതിരി കയ്യിന് ജോർജറ്റിൻ്റെ തുണി വേറെ കിട്ടിയിട്ടുണ്ട്. കയ്യിന് വേറെ പീസാണ്. കൈ വേറെ മോഡലാണ് വരുന്നത്. ബോഡിക്ക് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കണം. ബാക്കിൽ ഓപ്പൺ വരും. കഴുത്തിന് കോളറാണ് വരുന്നത്. അപ്പോൾ ബാക്ക് സിപ്പും കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കട്ടിങ് ശ്രദ്ധിക്കുക. കട്ടിങ്ങാണ് കാണിക്കാൻ പോകുന്നത്. തുണിനെ സെൻറ്റർ മടക്കിയിട്ട് 2 അറ്റം വരുന്ന ഭാഗം തലഭാഗങ്ങൾ കരഭാഗം അങ്ങോട്ട് ഇട്ടിട്ട് മടക്ക് ഭാഗം നമ്മളെ കട്ടിങ്ങിൻ്റെ വശത്തോട്ട് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇറക്കം കൂട്ടേണ്ട പ്രശ്നം പിന്നീട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക. മടക്കി അടിക്കാൻ ഉള്ളിലേക്ക് 2 ഇഞ്ച് തുമ്പ് ഇരുന്നോട്ടെ. 2 ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ ഇറക്കം കാണിച്ചിരിക്കുന്നത് 22. അപ്പോൾ 22 അരയിഞ്ച് മേലെ തുമ്പ് പോകും തയ്ക്കാൻ. അപ്പോൾ 22ഉം അരയിഞ്ച് തുമ്പും കൂട്ടിയിട്ട് 22.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. എടുത്തു. ചെസ്റ്റ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 19 കൂടി 4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 23. അപ്പോൾ 11.5 ഇഞ്ചാണ് വൺ സൈഡ് വരുന്നത്. പിന്നെ റിഗാൾ എന്ന് പറയുന്നത് ഒരു 9 ഇഞ്ച് മതി. അപ്പോൾ ഒരു 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഷേപ്പിങ് ചെറിയ കുട്ടികൾക്കൊരു 12 ഇഞ്ച് വരെ ഷേപ്പിങ് പോവുക. 12 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു 3.5 ഇഞ്ചിൻ്റെ ഒരു മാർക്കിങ് കൊടുത്തിട്ട് മാർക്കിങ് കറക്റ്റ് മാർക്കിങ്ങിലൊക്കെ ഒരു വര വരച്ചു കൊടുക്കുക. ഇനി ചെസ്റ്റ് 3 ഇഞ്ച് കൂട്ടുമ്പോൾ 11.5 ഇഞ്ച്. 23, അതായത് 19ഉം 4 23. അപ്പോൾ 11.5 ഇഞ്ച് വൺ സൈഡ് വരും. വൺ സൈഡിന് ഇങ്ങനെ എടുക്കുക. 19 3 23 11.5 ഇഞ്ച് വൺ സൈഡ് എടുക്കുക. ഷേപ്പ് 18 ഇഞ്ചാണ്. 18 കൂടെ 3 ഇഞ്ച് കൂട്ടുമ്പോൾ 10.5 ഇഞ്ചാണ് ബോഡി ഷേപ്പിൻ്റെ അടുക്ക് വരുന്നത്. ഇനി സീറ്റ് കുറച്ച് കൂട്ടിയെടുക്കുക. അതായത് 24 ഒരു 25 വരെ കൊടുക്കുക. അപ്പോൾ 12.5 ഇഞ്ച് 12ഉം 12 25ആണ്. ഒരു 25ൻ്റെ പാതി വരുമ്പോൾ 12 24 6.25 വരും. പിന്നെ താഴെ ഫ്ലെയർ ഏകദേശം ഒരു 16 മതി. അപ്പോൾ 8 ഇഞ്ച് വൺ സൈഡിൽ എടുത്തിട്ട് താഴെ ഫ്ലെയർ കൊടുക്കുക. ഇനി അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. കണ്ടോ, വര വെച്ച് കണ്ടോ, ഏകദേശം ഫിഷിൻ്റെ ആ ഒരു രൂപത്തിലാണ് വരിക. ഇനി ഷോൾഡർ ഒരു 8 ഇഞ്ചൊക്കെ മതി. അപ്പോൾ 4.5 ഇഞ്ച് വൺ സൈഡ്, അരയിഞ്ച് തുമ്പൂടെ കൂട്ടുമ്പോൾ 9 വൺ സൈഡ് വരുന്നത് 4.5 ഇഞ്ച്. അത് തായും മേനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ കോളറാണ് വരിക. കോളർ എന്ന് പറയുമ്പോൾ 10 ഇഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2 ഇഞ്ച് വൈഡ് കൊടുക്കുക. ഒരു 2 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ റിഗാളിനൊരു റൗണ്ട് ഷേപ്പ് വരെ വരച്ച് കൊടുത്തിട്ട് റിഗാൾ നടന്ന് നോക്കുക. കറക്റ്റാണ്. 9 ഇഞ്ച് റിഗാൾ. ഇനി ഇതിനെ നമുക്ക് വെട്ടിയെടുക്കാം. കോളർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ കോളറിന് ഒരു 1 ഇഞ്ച് തുമ്പ് ഷോൾഡർ കൂട്ടിയെടുക്കണം. തുമ്പ് കുറച്ച് കൂടുതൽ ഇട്ടോളൂ. കാരണം വണ്ണം കൂട്ടേണ്ടി വരികയാണെങ്കിൽ അതിനൂടെ ഉള്ള തുമ്പ് കണ്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് തിരിച്ചിടുക. ബാക്കിന് എടുക്കുക.
രണ്ടറ്റം തുമ്പ് ഒപ്പാക്കി എടുക്കുക. ഇനി നമുക്ക് ബാക്കിൽ സിബ് വരും, ബാക്കിൽ ഓപ്പണും വരും. അപ്പോൾ അതിൽ 1 ഇഞ്ച് തുമ്പ് നമ്മൾ പുറത്തോട്ട് തള്ളി കൊടുക്കുക. ഇനി ഫ്രണ്ടിന് ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാനോ സിബ് വെക്കാനുള്ള തുമ്പ് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ആ തുമ്പിനെ പുറത്തോട്ടാക്കിയിട്ട് അതേ ലെവലിൽ ഫ്രണ്ടിന് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഇവിടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ കഴുത്തിനെടുത്ത ഒരു 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ 2 ഇഞ്ചിൽ 1/2 ഇഞ്ചിൽ ഒരു കഴുത്തിനൊരു റൗണ്ട് വരച്ചു കൊടുക്കുക. ഇവിടുന്ന് ഷോൾഡറിൻ്റെ അടുത്ത് ചെരിച്ച് 1/2 ഇഞ്ച് കയറ്റിയത് ചെരിച്ചിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. ഇനി ബാക്കിനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടുന്ന് അങ്ങോട്ട് ഒരുമിച്ച് രണ്ടൂടെ കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ അളവിന് തുമ്പ് കണക്കാക്കിയിട്ട് അവിടെ വെട്ടിട്ട് കൊടുക്കുക. താഴെ നമ്മൾ മടക്കിയെടുക്കാൻ 2 ഇഞ്ച് തുമ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് മടക്കിയെടുക്കാൻ ഒരു മാർക്കിങ്ങിൽ ഒരു വെട്ടിട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് കഴുത്ത് നമ്മൾ വെട്ടിയിട്ടില്ല, കോളറാണ്. അപ്പോൾ കോളറിന് 2 ഇഞ്ച് നമ്മളിങ്ങനെ കഴുത്തും വെട്ടിയിട്ട് കൊടുക്കുക. ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിൻ്റെ കൈ വരുന്നത് പറഞ്ഞാൽ ഒരു പഫ് മോഡലാണ്. പഫ് എന്ന് പറയുമ്പോൾ ഒരു സാധാ പഫല്ല. പഫ് കൈ എങ്ങനെ വെട്ടേണ്ടത് ഞാൻ കാണിച്ചു തരാം. തുണി ഉള്ളും പുറമുണ്ട് നോക്കുക. തുണി എപ്പോഴും നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ ഉള്ളും പുറവും ഉണ്ടെങ്കിൽ നല്ല വശം അകത്ത് വിട്ടിട്ട് കൊടുക്കുക. കൈയിനെ നേരെ സെൻറ്റർ മടക്കിയിട്ട് 2ആയിട്ട് മടക്കുക. പിന്നെ അതിനെ 4ആയി മടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. കൈ രാത്രി ആയതുകൊണ്ട് ശരിക്കും ക്ലിയർ ആവുന്നില്ല. ഉള്ളും പുറവും നല്ല വശം ഉള്ളിലേക്കാണ് ഇടേണ്ടത്. ഇത് പുറത്തേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് തിരിച്ച് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൈയിൻ്റെ കട്ടിങ് ശ്രദ്ധിക്കുക. കൈ ഒരു വെറൈറ്റി കൈയാണ് വരുന്നത്. പഫാണ് എങ്കിൽ സാധാ പഫല്ല. ആ പഫിന് വേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടികൾക്കൊക്കെ ഒരു 7-8 ഇഞ്ച് വരെ കൊടുക്കുക. വലിയവർക്ക് 10 ഇഞ്ചൊക്കെ വരെ കൊടുക്കാറുണ്ട്. ഇനി ഇവിടുന്നാണ് കൈയിൻ്റെ മാർക്ക് നമ്മൾ എടുക്കേണ്ടത്. കൈ 11 ഇഞ്ച് താഴോട്ട് ഇവിടുന്ന് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഹോളിൽ കൊടുക്കും പോലെ ഒരു 2 ഇഞ്ച് ഷേപ്പിങ് കൊടുക്കുക. താഴെ നമുക്ക് മടക്കി അടിക്കാൻ 1 ഇഞ്ച് തുമ്പ് ഇട്ട് കൊടുക്കുക. ആ 1 ഇഞ്ച് തുമ്പ് പുറത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇനി കൈയിൻ്റെ ലൂസ് തുണി ഒപ്പായിരിക്കണം നോക്കണം. ഒന്ന് ഉള്ളിലേക്ക് പോയി ഒന്ന് പുറത്തോട്ട് തള്ളി നിൽക്കരുത്. രണ്ടും ഒരുമിച്ചല്ലേ നോക്കുക. ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 7 ഇഞ്ച് ലൂസ് മതി. 7ൻ്റെ 1 സൈഡ് വരണം 3.5 ഇഞ്ചിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് തുമ്പ് പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റിഗാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ റിഗാർഡ് 9 ഇഞ്ച് 9ൻ്റെ പകുതി 4.5 ഇഞ്ച് ഇങ്ങനെ റിഗാർഡ് ഇവിടുന്ന് നമ്മൾ കൈയിൻ്റെ മാർക്ക് ചെയ്ത് അവിടുന്ന് ഇങ്ങനെ ചേരിച്ച് റിഗാർഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഷേപ്പിംഗ് ആണ് വരിക. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമ്മൾ പഫ് ഇടാനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പഫ് വരുന്നത്. അതായത് സാധാരണ പഫ് നമ്മളിങ്ങനെ പുറത്തോട്ട് തള്ളി കൊടുക്കും. ഇത് നമ്മൾ പുറത്തുനിന്ന് ഉള്ളിലേക്കില്ല. ഈ ഒരു ലെവലാണ് തയ്ച്ച് ചെയ്യുമ്പോൾ വരിക. ഇപ്പോൾ കട്ടിങ് ആണ്. സ്റ്റിച്ചിങ് ആണ് അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം. കട്ടിങ് കൈയിൻ്റെ കട്ടിങ് മാർക്കിങ് നോക്കുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ കട്ട് ചെയ്തെടുക്കുക. തുമ്പ് എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഇതിനെ തുണി തള്ളി പോയത് ഒരുമിച്ച് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ നോക്കണം. തുണി ഒന്ന് ചെറുതൊന്ന് വലുതായി പോയിട്ട് കൈ കട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനി ഇവിടുന്നാണ് നമുക്ക് തുമ്പ് പുറത്തോട്ടിട്ട് കൊടുക്കുന്നത്. ഇവിടുന്ന് തുമ്പും പുറത്തോട്ടിട്ട് കൊടുക്കുക. മനസ്സിലായില്ല? ഇവിടുന്ന് തുമ്പ് പുറത്തോട്ടിട്ടു. ഈ സാധനം ഇനി കംപ്ലീറ്റ് ഇങ്ങനെ പഫായി വരും.
ഇങ്ങനെ വരും. ഇവിടെ ഒരു ചെറിയ ഇലാസ്റ്റിക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഇങ്ങനെ വന്ന് കഴിയും. അത് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരും. അപ്പോൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും മനസ്സിലായെന്ന് തോന്നുന്നു. കട്ടിങ് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലൂടെ കാണിച്ചു തരാം.